ജനങ്ങളുടെ ഭാഗത്തു നിന്നും. വനംവകുപ്പിന്റെ ജീപ്പിന് മുകളിൽ കടുവ കടിച്ചു കൊന്ന വളർത്തുമൃഗത്തിന്റെ ജഡം എടുത്ത് വച്ച് പ്രതിഷേധിക്കുകയാണ്. പോലീസുകാർക്ക് കാഴ്ചക്കാരെ നിൽക്കാനേ കഴിയുന്നുള്ളൂ. അത്രത്തോളം വലിയ ജനരോഷമാണ്, അതിരൂക്ഷമായ പ്രതിഷേധമാണ്. വനംവകുപ്പ് ജീപ്പിന് മുകളിൽ കടുവ പിടികൂടിയ വളർത്തുമൃഗത്തിന്റെ ജഡം എടുത്ത് വെച്ച് പ്രതിഷേധിക്കും. നേരത്തെ റീത്ത് വെച്ചിരുന്നു ആ ജീപ്പിന്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പടി കൂടി കടന്ന പ്രതിഷേധം. രാഹുൽ KV അവിടെ തുടരുന്നുണ്ട്. രാഹുൽ, അതിരൂക്ഷമായ പ്രതിഷേധം, പോലീസ് തടയാൻ ശ്രമിച്ചിട്ടും അത് നടന്നില്ല. രതീഷ്, ഇവിടെയുള്ള പോലീസുകാർക്ക് തടയാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രതിഷേധവുമല്ല നടക്കുന്നത്. കാരണം ഒരു പ്രതിഷേധമാണ്. കാരണം ആളുകളും അത്രത്തോളം ഉണ്ട്. മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു. തുടർച്ചയായി വളർത്തുമൃഗങ്ങൾ ജീവനും സ്വത്തിനും ഭീഷണിയായി വളർത്തുമൃഗങ്ങൾ വിഹരിക്കുന്നു. ഇതെല്ലാം വനം വകുപ്പിന്റെ ജീപ്പ് അതിനുശേഷമാണ് ട്രാക്ടറിൽ ഇന്ന് രാവിലെ കടുവ പിടികൂടിയ നാട്ടുകാരത് ട്രാക്ടറിലാക്കി കൊണ്ടുവന്നത്. മുദ്രാവാക്യം വിളികളുമായാണ് മൂരിയുടെ ജഡവും കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ ഫോറസ്റ്റിന്റെ തടഞ്ഞു വെച്ചിരിക്കുന്ന ജീപ്പിന് മുകളിൽ മൂരിയുടെ ജഡം എത്തിയിരിക്കുന്നു എന്നതാണ്. അതായത് ആദ്യം തടയാൻ വേണ്ടി പോലീസ് ശ്രമിച്ചിരുന്നു. അതൊക്കെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ശ്രമത്തൊന്നും പോലീസ്. സമാനതകളില്ലാത്ത കർഷക പ്രതിഷേധം അരങ്ങേറുന്നു. നമ്മൾ ഡൽഹിയിലും മറ്റും കർഷക സമരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നുവെങ്കിൽ, ഡൽഹിയിലേക്ക് കർഷകർ മാർച്ചുമായി എത്തുന്നതൊക്കെ കണ്ടിരുന്നെങ്കിൽ, ഇതാ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കർഷകരടക്കമുള്ളവർ പ്രതിഷേധിക്കുകയാണ്. വയനാട്ടിൽ വന്യജീവി ആക്രമണം തടയാൻ ശാശ്വതമായ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം അതൽപ്പം കൈവിട്ട് പോകുന്ന സ്ഥിതിയാണ് വയനാട്ടിലെ പുൽപ്പള്ളിയിൽ. മരിച്ചയാളുടെ മൃതദേഹവുമായി പ്രതിഷേധിക്കുകയായിരുന്നു ജനക്കൂട്ടം. അതിന് പിന്നാലെ ഇപ്പോഴത്തെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട, കടുവയുടെ ആക്രമണത്തിൽ ചത്ത വളർത്തുമൃഗത്തിൻ്റെ ജഡവുമായി ഒരു സംഘം വീണ്ടും പുൽപ്പള്ളിയിലേക്ക് എത്തുകയായിരുന്നു. അവർ വളർത്തുമൃഗത്തിൻ്റെ ജഡം വനം വകുപ്പിൻ്റെ ജീപ്പിന് മുകളിൽ വച്ച് പ്രതിഷേധിക്കുന്നു. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു പ്രതിഷേധമാണ് പുൽപ്പള്ളിയിൽ ഉണ്ടാകുന്നത്. അത്രത്തോളം വലിയ ജനരോഷമാണ് ഉണ്ടാകുന്നത് വനം വകുപ്പിനെതിരെ. വനം വകുപ്പിൻ്റെ വാഹനം എത്തിയപ്പോൾ തന്നെ ആൾക്കൂട്ടം വളഞ്ഞു. അത് തകർക്കാൻ ശ്രമിച്ചു. അത് കത്തിക്കാനുള്ള ശ്രമം അടക്കമുണ്ടായി എന്നതാണ് അവിടുത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുക. വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായി. വാഹനത്തിലുള്ളവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത്രത്തോളം വലിയ രോഷം വനം വകുപ്പിനെതിരെ ഉയരുന്നുണ്ട്. അതിന് പിന്നാലെയാണ് വനം വകുപ്പിൻ്റെ ജീപ്പിന് റീത്ത് സമർപ്പിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ഒരു ട്രാക്ടറിൽ എത്തിച്ച വളർത്തു മൃഗത്തിൻ്റെ ജഡം ഇപ്പോൾ ജീപ്പിന് മുകളിൽ വച്ച് കെട്ടി പ്രതിഷേധിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. സ്ഥിതി നിയന്ത്രണ വിധേയമല്ല. ഇപ്പോഴും മൃതദേഹവുമായുള്ള പ്രതിഷേധം അത് തുടങ്ങിയിട്ട് 2 മണിക്കൂറിലധികമായിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം കൂടി. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിയന്ത്രിക്കാൻ എന്നതിനപ്പുറം ആൾക്കൂട്ടം അവിടെയുണ്ട്. അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് തികച്ചും ന്യായമാണ് എന്നതുകൂടി ഈ പ്രതിഷേധത്തിൻ്റെ ശക്തി സ്വാഭാവികമായും കൂട്ടുകയും ചെയ്യുന്നുണ്ട്.